നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ പൊതുവെ അയർലൻഡിൽ ധാരാളം ആളുകൾ വിവിധ രീതിയിൽ കടന്നു വരുന്ന ഒരു സമയമാണ്. പ്രധാനമായും സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ജോലി കിട്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. ഈ ജോലി കിട്ടി വരുന്നവരിൽ ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിലേക്ക് കടന്നു വരുന്നവരും ധാരാളമുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വരുന്നവരും നല്ലൊരു ശതമാനം ഉണ്ട്. ഈ വർഷത്തെ അതായത് ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 39,609 പേരാണ് എംപ്ലോയ്മെൻറ്റ് വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് വിസയ്ക്കായിട്ട് 44,686 പേരും അപ്ലൈ ചെയ്തതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് വഴി അയർലൻഡിൽ എത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്നത് നിങ്ങൾ വരുന്നത് ജനറൽ വർക്ക് പെർമിറ്റിലാണോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിലാണോ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സ്കില്ലും അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ജോലികളും അതിൻ്റെ ബെനിഫിറ്റുകളും ഒക്കെയാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അയർലൻഡിൽ നിലവിലുള്ള 2 പെർമിറ്റുകളെ കുറിച്ചാണ്. ഒന്ന് ക്രിട്ടിക്കൽ സ്കിൽ, 2 ജനറൽ വർക്ക് പെർമിറ്റ്. ആദ്യം നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റിനെ കുറിച്ച് ഒന്ന് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചില ജോലികൾക്ക് അയർലൻഡിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ നിന്നോ ഒരാളെ ജോലി ചെയ്യാൻ ഇവിടെ കിട്ടിയില്ല എങ്കിൽ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കും. അങ്ങനെ ഈ രാജ്യങ്ങളിലേക്ക് ജനറൽ വർക്ക് പെർമിറ്റിൽ കടന്നു വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന കാറ്റഗറിയിലാണ്, അതായത് HCA ആയിട്ട്. മറ്റു കുറേ ആളുകൾ ഷെഫിൻ്റെ വേക്കൻസിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റു ചിലർ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി ഈ വർഷം 30,000 യൂറോ വരെയാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്നവർക്ക് സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ 1 വർഷം കഴിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന ഒരു നിയമവും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ അറിവിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ധാരാളം ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ സ്പൗസിനെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അയർലൻഡ് പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു വീട് റെൻറ്റിനെടുത്ത് ഫാമിലിയായി കഴിയണമെങ്കിൽ ഇവർക്ക് പ്രതിവർഷം ഇപ്പോൾ കിട്ടുന്ന 30,000 യൂറോ പോരാ എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. എന്നാൽ ഇപ്പോൾ ഒരു നിയമം കൂടി വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സ്പൗസ് അയർലൻഡിൽ എത്തുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം അവർക്ക് വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ ജോലി ചെയ്യാൻ കഴിയും. ഇത് നിലവിൽ വന്നത് കഴിഞ്ഞ മെയ് മാസം മുതലാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിനെ കുറിച്ചാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അയർലൻഡിൽ ഏറ്റവും ഡിമാൻഡുള്ള ക്രിട്ടിക്കൽ സ്കിൽ ജോലികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടവ ഞാനിവിടെ പറയാം. പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, സൈറ്റ് മാനേജേഴ്സ്, ICT പ്രൊഫഷണൽസ്, ഇതിൽ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡയറക്ടേഴ്സ്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, സീനിയർ ഹെൽത്ത് സർവീസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. ഇങ്ങനെ ഹെൽത്ത് സെക്ടറിലും അതുപോലെ പബ്ലിക് സെക്ടറിലും IT മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും ധാരാളം പ്രൊഫഷണൽസിനെ ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ജോലികളെന്നും അതിൻ്റെ ബെനിഫിറ്റുകളും ഈ ജോലികളൊക്കെ എങ്ങനെ നേടിയെടുക്കാമെന്നും ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സ്ക്രീനിൽ കൂടി സ്ക്രോൾ ചെയ്തു പോകുന്ന സ്ക്രീൻ റെക്കോർഡ് ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന അയർലൻഡിലെ ഷോർട്ടേജ് ലിസ്റ്റാണ്. ഈ ക്രിട്ടിക്കൽ സ്കിൽ ജോബിലേക്ക് നമ്മൾ അയർലൻഡിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് നമ്മളെ തന്നെ സ്പോൺസർ ചെയ്ത് നമുക്ക് അയർലൻഡിലേക്ക് വരാൻ പറ്റുന്നതാണ്. അടുത്തത്, നമ്മളെ ഒരു എംപ്ലോയർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ ഈസിയാണെന്ന്. എന്നാൽ ഇതിൽ തന്നെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനം നമ്മുടെ സാലറിയാണ്.
അത് മിനിമം 38,000 യൂറോ പെർ ആനം ഉണ്ടായിരിക്കുകയും വേണം. കൂടാതെ 65,000 യൂറോ വരെ സാലറി കിട്ടുന്ന ജോലികൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാലറിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഓഫർ ലെറ്ററാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ ഇന്നെലിജിബിളായിട്ടുള്ള കുറേ ജോലികളുണ്ട്. ആ ജോലികൾക്ക് നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അത് ഏതൊക്കെയാണെന്നും ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ട്രാവൽ ഏജൻസി മാനേജേഴ്സ്, പ്രോപ്പർട്ടി ഹൗസിംഗ് ആൻഡ് എസ്റ്റേറ്റ് മാനേജേഴ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കീപ്പേഴ്സ്, ടൗൺ പ്ലാനിംഗ് ടെക്നീഷ്യൻസ്, ഹെയർ ഡ്രസ്സേഴ്സ്, ഫിറ്റ്നസ് ഇൻസ്ട്രക്ടേഴ്സ്. എന്നാൽ ഈ ജോലികളൊക്കെ നമുക്ക് കിട്ടുന്നതിന് ഒരു ചാൻസ് ഉള്ളത് നമ്മൾ ഡിപ്പെൻഡൻ്റായി ഇവിടെ എത്തുകയാണെങ്കിൽ, അങ്ങനെ അതിനുള്ള ക്വാളിഫിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഇക്കാര്യങ്ങൾ പറയുന്ന വെബ്സൈറ്റും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലുള്ള ലേബർ നീഡ് ടെസ്റ്റ് ഇതിന് ആവശ്യമില്ല. എങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ 50% എംപ്ലോയീസ് അയർലൻഡിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ളവരോ ആയിരിക്കണം എന്ന ഒരു നിർബന്ധമുണ്ട്. അടുത്ത ഒരു പ്രധാന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ വേണമെന്നുള്ളതാണ്. കൂടാതെ ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, മറ്റ് എന്തൊക്കെയാണോ എംപ്ലോയർ ആവശ്യപ്പെടുന്നത് അതൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവർ പറയുന്ന കണ്ടീഷൻസ്. അടുത്തത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. 100% ഇത് ഓൺലൈൻ വഴിയായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ഓൺലൈൻ സിസ്റ്റം അല്ലെങ്കിൽ EPOS എന്നും പറയും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചാർജ് ഉണ്ട്, 1000 യൂറോ ആണ് അതിൻ്റെ ചാർജ്. ഇന്ത്യൻ മണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 90,000 യൂറോ വരെയാണ് ഇതിൻ്റെ ചാർജ്. എംപ്ലോയറാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയും കുട്ടികളെയും കൂടെ പെട്ടെന്ന് കൊണ്ടുവരാമെന്നുള്ളതാണ്. എന്നാൽ ജനറൽ വർക്ക് പെർമിറ്റിൽ ഇത് 1 വർഷം കഴിഞ്ഞ് മാത്രമേ ആലോചിക്കാൻ പറ്റുകയുള്ളൂ. നല്ല സാലറിയുള്ള ജോബുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുവരാനും പറ്റും എന്നുള്ളതാണ്. ഈ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് തരുന്നത് 2 വർഷത്തേക്കായിരിക്കും. ഈ 2 വർഷത്തിന് മുമ്പ് തന്നെ, അതായത് 21 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാനും കഴിയും. ഈ PR-ലൂടെ നമുക്ക് കിട്ടുന്നത് ഈ രാജ്യത്തെ പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ക്രിട്ടിക്കൽ സ്കില്ലിന് മാത്രമാണ് ഉള്ളത്. ജനറൽ വർക്ക് പെർമിറ്റിലുള്ളവരാണെങ്കിൽ 5 വർഷം എങ്കിലും ജോലി ചെയ്തെങ്കിൽ മാത്രമേ PR കിട്ടുകയുള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ക്രിട്ടിക്കൽ സ്കില്ലുമായി ബന്ധപ്പെട്ട എല്ലാ ലിങ്കുകളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.